ഞാൻ ആദ്യമായിട്ടാട്ട് ഈ കുതിരപ്പുറത്ത് കയറി റൈഡൊക്കെ ചെയ്ത് എന്റെ വീട്ടിലൊക്കെ കൊറേ ഫുഡൊക്കെ കൊടുത്ത് ആദ്യമായിട്ടാണ് കുതിരയായിട്ട് വീട്ടിൽ വന്നേക്കണം. അമ്പോ എടാ ഉണ്ണിക്കുട്ട കുതിരപ്പുറത്താണല്ലോ വന്നേക്കണം. പല പല അംഗങ്ങൾ ഇനി കാണാൻ കിടക്കുള്ള ടീമേ. കുഞ്ഞ ഇനി ഇറങ്ങേണ്ട രീതി ഞാൻ പറഞ്ഞാൽ ഈ കുതിരയുടെ മുഖത്ത് ഇറങ്ങില്ലേ, ഈ രണ്ട് കാലം നമുക്ക് ഇതിലാണ് ലോഡിങ് ഇരിക്കണം. അപ്പൊ കുതിര ചാടനുസരിച്ച് നമ്മ വർക്ക് ചെയ്തിരിക്കണം. ഇനി ഇറങ്ങാൻ പോണേണ്. അവന്റെ ഇതിലെന്തെന്ന് പറയണ ഇനി ഇതിന് ലോഡ് വന്നോട്ടാ. അണ്ട് ഈ കാല് പൊക്കണം. ആണ്ട് പൊക്കിക്കോട് മലയാളം അറിയാലോ. അത് രണ്ട് ചെന്ന് വെല്ലമോളെന്ന് പറഞ്ഞ ട്രീറ്റ് കൊടുക്കും. വെല്ലമോളെ കുഞ്ഞനാണ്ടാ പറയണ ഫ്രണ്ടിൽ ചെല്ലി. കുതിരക്കും എപ്പോഴും ചെല്ലാൻ മതി. പിടിച്ചിട്ട കുതിരക്ക് എപ്പോഴും കൊടുക്കുമ്പോ കണ്ട അതെ. ഇപ്പൊ നിന്നെ ഇനി എവിടെ വെക്കാണ്ട് നോക്കാൻ മെമ്മറി ഉണ്ടോ കൊടുത്തില്ലേ? കയ്യിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ച് കൊടുക്കണം. നീ പേടിക്കണെന്നെ വെല്ലമോളെ എങ്ങനെ പോണേന്നും പറയൂ. അങ്ങനെ പതുങ്ങുമ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ട് വാ. ഇപ്പൊ കൊഴപ്പില്ല. അല്ല ബാക്ക് പാടി പുറകോട്ട് പാടി. പൊക്കിക്കൊടുക്കും. ഞാൻ പൊക്കിക്കൊടുക്കാം. അപ്പൊ സാധനം ഇട്ടേക്കണല്ലേ, വായിൽ ഇട്ടേക്കണല്ലേ. പൊക്കിക്കൊടുക്കണം. അത് തന്നെ അവിടെ കാണാതെ തന്നെ അങ്ങനെ കൊടുക്കാൻ പോട്ടെ. എവിടെ പോയാലും ഈ സൈഡ് കാണാൻ പറ്റില്ല, ആ സൈഡും കാണാൻ പറ്റില്ല. ഇതിൽ കൂടി മാത്രമേ കാണാൻ പറ്റില്ല. ഇതിൽ കൂടി കണ്ടു കഴിഞ്ഞാൽ പേടി. കുഞ്ഞിനെന്താ പറയാനുള്ളത്? നമ്മുടെ സബ്സ്ക്രൈബറോട് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കണ്ടേക്കണം കുതിരേനെ സെറ്റപ്പായിട്ട്. അല്ലെങ്കിൽ കുതിര അടിക്കും പിടിക്കൂല, കടിക്കലും പിടിക്കലും ഉണ്ടാ കുതിര. നമുക്കൊന്നും അറിയില്ല, കുതിരക്കെല്ലാം അറിയാം. കാരണം മനസ്സിലായ അത് കാരണം നമ്മ ചെറുപ്പത്തിൽ വളർത്തിയാരണം ആ ഇതിലിരിക്കണം. വേറെ വല്ല വലിയ ട്രെയിനിങ് കഴിഞ്ഞ് കുതിരനെ നമ്മളെ കൊല്ലും. എങ്ങനെയുണ്ട് കുതിരപ്പുറത്ത് വന്നിട്ട്? എങ്ങനെയുണ്ട്? പിന്നെ പേടി പറയും. ഇവന്റെ പേരെന്താണ്? ബെല്ല. നീ കൊടുക്കണത് ബ്രെഡ് കൊടുക്കുന്ന? അതേ വിശക്കണ്ടെന്ന് പറഞ്ഞു. ചോദിക്കണ്ടല്ലേ. അമ്പോ അടിപൊളിയാണല്ലോ. ആള് സൈലന്റ് അല്ലേ കുഞ്ഞ? ഇപ്പോഴത്തെ കുതിരേനെ കണ്ടിട്ടുണ്ടോ നീ? ഇത്ര സ്നേഹമുള്ള കുതിരേനെ അത് കാണണീ മണ്ണിലെ തന്നെ വന്ന കൊടുക്കണം. ശരിക്കും